എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഞാൻ എങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറായി അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് മലപ്പുറത്തുള്ള വൺ ഓഫ് ദ ഫൈനസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു കോൾ വന്നത്. ഈ ഒരു ക്യാമറ കിട്ടിയതോടെ എൻ്റെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ഭയങ്കര ചേഞ്ച് ചെയ്തു, ഒരു ഡ്രാമാറ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ക്യാമറ മേടിച്ചു, എനിക്ക് വർക്കുകൾ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് തിരിച്ച് ജോലിക്ക് പോകാനുള്ള ടൈമായി. എനിക്കറിയാം എന്തായിരുന്നു എനിക്ക് ചെയ്യാൻ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടതെന്ന്. എൻ്റെ മനസ്സിൽ എന്ത് വേണം എന്നുള്ളത് എനിക്ക് നല്ല അറിവായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലിനെ എങ്ങനെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുള്ള ഒരൊറ്റ പ്രശ്നമേ എനിക്കുണ്ടായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പാടുള്ള ഒരു ജോലി നീ എന്തിനായി ചെയ്യുന്നത്? ആ ടൈം കൊണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചു പോയിട്ട് PhD എടുത്തുകൂടായിരുന്നു. നമ്മൾ പഠിച്ചത് തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ അത് എൻജോയ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ഫോട്ടോഗ്രാഫി ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ 5 വർഷം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ എങ്ങനെ ഒരു ഫുൾ ടൈം ഫോട്ടോഗ്രാഫറായി മാറി? അങ്ങനെ ഒരാളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് മറ്റൊരാളുടെ അല്ല, എൻ്റേത് തന്നെയാണ്. ഞാൻ ഷെറിൻ ജബ്ബാർ, മലപ്പുറംകാരിയാണ്. വീട്ടിലെ ഹസ്ബൻഡ്, കുട്ടികളുണ്ട്. ഇപ്പോൾ ഞാനൊരു ഫുൾ ടൈം ഫോട്ടോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2 വർഷം മുന്നേ വരെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. ഞാൻ ഒരു സാധാ ഓർത്തഡോക്സ് മലപ്പുറം ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് എങ്ങനെ ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഞാൻ എങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറായി, ആ ഒരു ജേർണിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. 2 വർഷം മുന്നേ വരെ ഫോട്ടോഗ്രാഫി എന്താണെന്ന് പോലും അറിയാത്തൊരാളാണ്. ഈവൻ മൊബൈൽ ഫോണിൽ വരെ ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയമായിരിക്കും. വീട്ടിൽ കഴിഞ്ഞ ഉടനെ ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അന്ന് ലെക്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബോംബെ. അന്ന് ഹസ്ബൻഡ് പഠിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ വന്ന ശേഷം MTech എടുക്കാൻ ജോയിൻ ചെയ്തു. MTech എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി. ജോലി നിർബന്ധമായിരുന്നു. അപ്പോൾ നിർബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിർബന്ധമായിരുന്നു. അപ്പോൾ പഠിക്കുന്ന കോളേജിൽ തന്നെ ഞാൻ ആദ്യം ഗസ്റ്റ് ലെക്ചറായി കയറിയിട്ടുണ്ടായിരുന്നു. ഈവൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന മുന്നേ തന്നെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പെരുന്തമണ്ണ ME എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ 5 വർഷം തുടർന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2ാമത്തെ മോളുണ്ടായി. ആ ഒരു ടൈം ആയപ്പോഴാണ് എനിക്ക് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ, വീട്ടിൽ ഇൻ ദ സെൻസ് കുട്ടികളെ നല്ലോണം നോക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു 3 മാസം ബ്രേക്ക് എടുക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ജോലിയിൽ നിന്ന് ആദ്യം ലീവ് എടുത്തത്. അതൊരു 3 months ബ്രേക്ക് ആയിരുന്നു. 3 മാസം ബ്രേക്ക് എടുത്തപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടിയും ഹാപ്പിയായി, കുട്ടികളും ഹാപ്പി, ഹസ്ബൻഡ് ഹാപ്പി ഒക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഞാനൊരു സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു ആളാണ്. അതായത് അപ്പോൾ അങ്ങനെ ഒരാൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ, എനിക്ക് ആൾക്കാരിൽ ഇടപെടാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം തോന്നിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒഴിവ് സമയങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഫോട്ടോ എടുത്തിട്ട്, അന്ന് എൻ്റെ കയ്യിൽ മൊബൈൽ ഫോണേ ഉണ്ടായിരുന്നുള്ളൂ, ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഭയങ്കര മോട്ടിവേഷനും അപ്രിസിയേഷനും വരാൻ തുടങ്ങി. നല്ല നല്ല ഫോട്ടോസാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് വിഷ്വൽ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിലും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ലുക്സ് ഗുഡ് ഇറ്റ് ടേസ്റ്റ് ഗുഡ് എന്നുള്ളൊരു ഫീലുള്ള പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നല്ലോണം ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫി അറിയണമെന്ന് എനിക്ക് തോന്നി. അവിടെയാണ് എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലം, വി ആർ ഇൻ ദ മോഡേൺ വേൾഡ്, നമുക്ക് എല്ലാം ഫ്രീ നോളജ് കിട്ടുന്ന ഒരു കാലത്താണ്. യൂട്യൂബിൽ നമുക്ക് ഏത് ലെവൽ ഓഫ് നോളജും നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോഗ്രാഫി എനിക്ക് ഫാമിലിനെ ബുദ്ധിമുട്ടിക്കാത്ത ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഫോട്ടോഗ്രാഫി പഠിക്കാൻ തുടങ്ങി യൂട്യൂബിൽ നിന്ന്. പിന്നെ എന്നും ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ എടുക്കും.
ഓരോ ഫോട്ടോ ഞാൻ റിസർച്ച് ചെയ്യും. എന്നിട്ട് ഇതുപോലെ എടുക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഓരോ ദിവസം കൂടുന്തോറും ഇതിങ്ങനെ ഭയങ്കര താല്പര്യം തോന്നാൻ തുടങ്ങി. അങ്ങനെ ഈ റിസർച്ചിൻ്റെ കൂടെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് മലപ്പുറത്തുള്ള വൺ ഓഫ് ദ ഫൈനസ്റ്റ് റെസ്റ്റോറൻറ്റിന് ഒരു കോൾ വന്നത്. അതായത് അവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടി ഫോട്ടോ എടുക്കുമെന്ന് വെച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ഫോട്ടോഗ്രാഫി ഒരു കുറച്ച് മുന്നേ അറിയാത്ത ഒരാളോട് അവരെ സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടി ഫുഡ് ഫോട്ടോ എടുക്കും എന്നുള്ളത് ചോദിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ നമുക്കെന്താ അതൊരു മോട്ടിവേഷനാണ്. ഓക്കെ, എന്തൊക്കെയോ ഉണ്ടല്ലേ, അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇനി ഇമ്പ്രൂവ് ചെയ്തുകൂടാന്നാണ്. അപ്പോൾ അതുവരെ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ, പിന്നെ ഞാനൊരു സാധാ ക്യാമറ മേടിച്ചു, ഒരു ബ്ലോഗിങ് ക്യാമറ, ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ഓഫ് ഫോട്ടോസാണ് എടുക്കാറുള്ളത്. ഒന്ന് ഫുഡ് ഫോട്ടോഗ്രാഫിയും പിന്നെ ഈ ക്യാമറ കൊണ്ട് തന്നെ എൻ്റെ സ്വന്തം ഫോട്ടോ എടുക്കും. ഇത് രണ്ടുമാണ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം അപ്രിസിയേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ ഒരു പ്രൊഫഷണൽ ക്യാമറ മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒന്ന് ആലോചിക്കണേ, ഫോട്ടോഗ്രാഫീനെ കുറിച്ച് ഒരു ഐഡിയ, കുറച്ച് കാലം മുമ്പും ഒരു ഐഡിയ ഇല്ലാത്ത, എനിക്ക് തോന്നുന്നത് 8 മാസത്തോളം ഫോട്ടോഗ്രാഫി എന്താണെന്ന് അറിയാത്ത ഒരാൾ ആണ് ഈ ഒരു ക്യാമറ മേടിക്കാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ വർക്കുകൾ വരാൻ തുടങ്ങി. ഈ വർക്കൊക്കെ എടുക്കണം എന്നുള്ളതിന് എനിക്കൊരു കോൺഫിഡൻസ് കുറവായിരുന്നു, കാരണം എൻ്റെ കയ്യിലൊരു സാധാ ക്യാമറയായിരുന്നു. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ്. ഇത് ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു ഡിസിഷൻ എടുത്തു, എനിക്ക് എന്തായാലും ഇത് മേടിച്ചേ പറ്റൂ, ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റിങ്ങും. അങ്ങനെ ഞാൻ ഫാമിലിനെ മൊത്തത്തിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോകാം. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ക്യാമറ മേടിച്ചു, എനിക്ക് വർക്കുകൾ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് തിരിച്ച് ജോലിക്ക് പോകാനുള്ള ടൈമായി. എൻ്റെ കോളേജിൽ നിന്ന് തിരിച്ച് വിളിക്കാൻ തുടങ്ങി. ലൈക്ക് 1 ഇയർ ഒക്കെ ആയി, ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് 1 ഇയർ ആയി. തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് കോളേജിൽ നിന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് എൻ്റെ നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ്. അങ്ങനെ തിരിച്ച് ജോലിക്ക് കയറാൻ ടൈമായപ്പോൾ എനിക്കറിയാം എന്തായിരുന്നു എനിക്ക് ചെയ്യാൻ ഇനി അങ്ങോട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. എൻ്റെ മനസ്സിൽ എന്ത് വേണം എന്നുള്ളത് എനിക്ക് നല്ല അറിവായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലീനെ എങ്ങനെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരൊറ്റ പ്രശ്നമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള അത്രയും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജോലി വിട്ടിട്ട് ഹോബി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പോലത്തെ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ എന്തായിരിക്കും റിയാക്ഷൻ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാനും കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊരു ഗ്രാജുവലി എനിക്ക് അവരെ എന്താ പറയുക, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചു. അതായത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള എൻജിനീയറിംഗ് കോളേജിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ട് എൻ്റെ ഫുൾ ടൈം ഫോട്ടോഗ്രാഫിയിലേക്ക് മാറ്റി വെക്കണം എന്നുള്ള ആ ഒരു തീരുമാനം ഞാൻ എടുത്തു. പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല, ശരിക്കുള്ള പ്രശ്നം അവിടെ തുടങ്ങുന്നേ ഉള്ളൂ. അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്തിരുന്ന ഞാൻ, എൻ്റെ ജോലി എന്ന് പറയുന്നത് 9 to 5 ജോബാണ്. ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കതൊരു 9 to 5 ജോബല്ല. ഇൻഫാക്ട് ദാറ്റ് ഈസ് എ 24 hour ജോബ്. അതായത് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോണത്. ഇതിനൊന്നും ഒരു ടൈമില്ല, നമ്മളെ വർക്ക് തീരുന്നവരെ ആ വർക്ക് എടുത്തിരിക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത് ഫുഡ് ഫോട്ടോഗ്രാഫിയാണ്. ഫുഡ് ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് തന്നെ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫുഡ് ഫോട്ടോസ് എടുക്കുന്നവരെ എനിക്ക് ആ വർക്ക് എടുക്കണ്ടേ. അല്ലെങ്കിൽ ടൈമിനൊന്നും ഒരു ടൈം അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ എന്താണോ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് അതവിടെ ഫിനിഷ് ചെയ്യണം. അങ്ങനെ പലപ്പോഴും ഞാൻ വീട്ടിൽ 6 മണി, 7 മണി, 8 മണി, ചില സമയത്ത് രാത്രി 12 മണി വരെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, വെറും ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്ന ഞാൻ ഇതൊക്കെ എത്ര പ്രശ്നം വീട്ടിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ മദർ വരെ ഇപ്പോഴത്തെ എന്നോട് പറഞ്ഞു, ഇത്രയൊക്കെ കഷ്ടപ്പാടുള്ള ഒരു ജോലി നീ എന്തിനായി ചെയ്യണത്? ആ ടൈം കൊണ്ട് നിനക്കത് തിരിച്ചു പോയിട്ട് PhD എടുത്തുകൂടായിരുന്നു. അന്ന് ഞാൻ PhDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ലീവ് എടുക്കേണ്ടി വന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിലേക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുക. നമ്മുടെ നാട്ടിൽ ഫോട്ടോഗ്രാഫിയെ കാണുന്നത് ഒരു ഹോബി ആയിട്ട്. അപ്പോൾ എൻ്റെ പോലത്തെ ഒരു നല്ലൊരു ജോലി ഒഴിവാക്കിയിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് നീങ്ങാന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കാഴ്ചപ്പാട് വളരെ ഇതായി. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് എന്തൊക്കെയോ പ്രൊഫസറൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഫോട്ടോ പിടുത്തമാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയും ഒരു റെസ്പെക്റ്റബിൾ ജോബാക്കി മാറ്റണം എന്നുള്ളത് എനിക്ക് വളരെ വലിയൊരു ആഗ്രഹം. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ടാവാം ഫോട്ടോഗ്രാഫി എന്തുകൊണ്ട് ഒരു പ്രൊഫഷനാക്കി മാറ്റിക്കൂടാന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് വർക്കുകൾ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വർക്കിന് ആൾക്കാർ ദേ ആർ റെഡി ടു പേ ഫോർ ദ വർക്ക്. ഞാൻ കുറേ മുന്നേ റിയലൈസ് ചെയ്തൊരു കാര്യം, നമ്മുടെ മനുഷ്യന്മാർക്ക് എന്തും പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്, ഏത് സിറ്റുവേഷനിലേക്കും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി ഒഴിവാക്കി കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഓർക്കണം, ഞാൻ 2 വർഷം മുന്നേ വരെ ഫോട്ടോഗ്രാഫി എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഈ വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ മനുഷ്യന്മാർക്ക് എന്തും പഠിച്ചെടുക്കാൻ കഴിയും. നമ്മൾ പഠിച്ചത് തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അത് എൻജോയ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാം. വി ആർ ലിവിങ് ഇൻ എ മോഡേൺ വേൾഡ്. ഇപ്പോഴത്തെ വേൾഡിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, നമ്മളെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, മറ്റേതില്ല എന്നൊക്കെ. അതൊക്കെ ഒരു തടസ്സങ്ങളാണ്. വീട്ടുകാർ നമുക്ക് പെട്ടെന്ന് ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം ഇവരൊക്കെ കുറേ കാലങ്ങളായിട്ട് ഒരേ കാര്യം ചിന്തിച്ച് വരുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിളാണ്. പക്ഷെ നമുക്കിത് വെല്ലെ ഗ്രാജുവലി ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ലേൺ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക. ഇതാണ് ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതന്നെ ഞാൻ ഇതിനൊരു സമയം കണ്ടെത്താറുണ്ട്. ഇതൊരു മീ ടൈം ഉണ്ട്. അതായത് മീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി എഫക്റ്റ് ചെയ്യാത്തൊരു ടൈം. അത് എൻ്റെ കാര്യത്തിൽ മോസ്റ്റ്ലി ഒരു 4 to 6 AM ആണ്. അതായത് ആ ഒരു ടൈമിൽ ഒരുവിധം എല്ലാ വീട്ടുകാരും ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പഠിക്കാൻ ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു ടൈമാണ്. അത് അന്നും ഇന്നും കോളേജിലായിരുന്നപ്പോഴും ഞാൻ സ്വന്തം പഠിച്ചിരുന്ന ഒരു സമയമായിരുന്നു 4 to 6. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും എനിക്ക് ചെയ്യണം, ഒറ്റയ്ക്ക് വേറെയുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈം ഫ്രെയിമാണ് സെലക്ട് ചെയ്യാറുള്ളത്. എന്നെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയാണ്. അവർ തരുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, അത്രയും മോട്ടിവേഷനും അപ്രിസിയേഷനുമാണ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പ്ലസ് നല്ല നല്ല ക്ലയൻസുകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ഫോർ എക്സാമ്പിൾ ആദമിൻ്റെ ചായക്കട നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവരൊക്കെ എൻ്റെ വർക്കിന് വിളിച്ചപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ കാലിക്കറ്റുള്ള ഷുഗർ സിസ്റ്റേഴ്സ്, പിന്നെ ജ്യൂസി, കാഡിലോ കോട്ടക്കൽ, ബർഗർ ട്രീ പാലക്കാട്, മൊറിക്യാപ് റിസോർട്ട് വയനാട്, ഇതൊക്കെ ഞാൻ എടുത്ത വർക്കുകളാണ്. എൻ്റെ ഫോട്ടോ സ്വന്തമായിട്ട് എടുക്കുന്നത് പറഞ്ഞപ്പോഴാണ് ഇക്കൊല്ലത്തെ മാധ്യമം രുചി എൻ്റെ കവർ പേജ് ഞാൻ എടുത്ത എൻ്റെ സ്വന്തം ഫോട്ടോ ആണ് കവർ പേജായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ വലിയ ഒരു പിന്നെ ഫീച്ചർ എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ഇനി മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല അന്ന് എൻ്റെ ജോലി ഒഴിവാക്കിയതിൽ. കാരണം റൈറ്റ് നൗ ഐ എം ലീവിങ് എ ലൈഫ് വിച്ച് ഐ ഹാവ് ഓൾവേസ് ഡ്രീംഡ് ഓഫ്.
ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ്, എനിക്ക് ട്രാവൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ ആഗ്രഹിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബാണ്. പക്ഷെ ഇതും ഒരു ജോലി തന്നെയാണ്. ഇതിൽ മറ്റേ ജോലിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല എന്നല്ല, ഇൻഫാക്ട് ചിലപ്പം അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ടാവാം. ബട്ട് യു ആർ എൻജോയിങ്, സോ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഇതൊരു പ്രയാസമായിട്ട് തോന്നാറില്ല. പിന്നെ ഞാൻ വർക്ക് എടുത്ത ക്ലയൻസ് എന്നെ വീണ്ടും വർക്കിന് വിളിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമ്മളെ വർക്കിൽ അവർ ഹാപ്പി ആണെന്നാണല്ലോ അത് കാണിക്കുന്നത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് തരാൻ. ഫോട്ടോഗ്രാഫേഴ്സ് ആവണമെന്ന് ആഗ്രഹമുള്ള കുറേ പേര് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യണം, എങ്ങനെയാണത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ അവർക്ക് പറയാറുള്ളത്, ഞാൻ ഒരു കോഴ്സിനും പോയിട്ടില്ല. ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബും അതൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ ഇടയ്ക്ക് ഓൺലൈൻ വർക്ക്ഷോപ്പുകൾ വരുമ്പോൾ ഞാനത് മിസ്സാക്കാറില്ല. കാരണം എനിക്ക് എന്തെങ്കിലും അതിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കാറുണ്ട്. കാരണം ഞാൻ ഒരു A to Z ഫോട്ടോഗ്രാഫി പഠിച്ച ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് എപ്പോൾ നോക്കിയാലും ഒരു സംശയമാണ്. അപ്പോൾ ഈ പോയിന്റ്സുകൾ എനിക്ക് കവർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ എവിടെയൊക്കെ പഠിക്കാൻ ചാൻസ് കിട്ടുന്നോ അവിടെയൊക്കെ ഞാൻ എന്താ പറയുക, ചാൻസ് മിസ്സാക്കാറില്ല. ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവർക്കും ആവും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കണം. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പറയണം, ഇത് ഷെറിൻ ജബ്ബാറിൻ്റെ ഫോട്ടോ. അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ യു ഹാവ് യുവർ ഓൺ സിഗ്നേച്ചർ. നിങ്ങളെ തേടി ആൾക്കാർ വരും. ഒരു നല്ലൊരു ജോലി ഒഴിവാക്കിയ ഒരു റിസ്ക്കാണ്, ഒരു ബോൾഡ് ഡിസിഷനാണ് ഞാൻ അന്ന് എടുത്തത്. ഞാൻ അത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ക്രിയേറ്റീവായിട്ട് ഒരു ജോലി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതായത് ദിവസം പുതിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതും പഠിക്കുന്നതും. എനിക്ക് ഭയങ്കര യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അന്ന് എടുത്ത ഒരു ഡിസിഷൻ കാരണം. ഏതൊരു മേഖലയായാലും നമ്മൾ നമ്മളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ സമയം കണ്ടെത്തിയിരിക്കണം. ഏതൊരു മനുഷ്യന്മാർക്കും നമ്മളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലേൺ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മളുടെ ഈ തിരക്കുള്ള ജോലികളിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത്, അത് നമ്മൾ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യണം. പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ഒരു വേൾഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡിസ്ട്രാക്ഷൻസ് ഉള്ളത്, അത് ചിലപ്പോൾ ഫാമിലി ആവാം, കുട്ടികളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണാവാം, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ ഏത് മേഖലയിലായി. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഫാമിലി സമ്മതിക്കുന്നില്ല ജോലി ചെയ്യാൻ, പുറത്ത് പോകാൻ. ഇങ്ങനെ എനിക്ക് കുറേ പേര്, ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, പുറത്ത് പോകണത്. ഞാൻ പറയട്ടെ, ഇത് ഞാൻ എടുത്തൊരു ചോയ്സാണ്. എൻ്റെ ഫാമിലി ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല. പക്ഷേ ഞാൻ അതിൻ്റെ സ്ട്രഗിൾസൊക്കെ എനിക്കുണ്ട്. പിന്നെ ഒരു പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ എടുക്കുന്നത്, കുട്ടികളൊരു സ്ഥലത്ത് കൊണ്ടാക്കുന്നു, ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ A to Z ആ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. ചില സമയത്ത് എനിക്ക് വീട്ടിൽ വേണ്ട ടൈമിൽ തിരിച്ചെത്താനും പറ്റാറില്ല. അതിനൊക്കെ ഉള്ളത് എനിക്ക് ഫാമിലിയിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്ന് വെച്ച് ഞാൻ ജോലി ഇവിടെ നിർത്തുന്നില്ല. അപ്പോൾ എന്നും പുറത്ത് പോയിട്ട് തന്നെ ജോലി ചെയ്യണം, ഇൻകം ഉണ്ടാക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കോ വീട്ടിലിരുന്നിട്ടും ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോഡേൺ വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വി ഹാവ് സോഷ്യൽ മീഡിയ, വി ഹാവ് സോ മെനി പ്ലാറ്റ്ഫോംസ്. നമുക്കിത് സെല് ചെയ്യാൻ, നമ്മുടെ ടാലൻറ്റ് സെല് ചെയ്യാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉള്ള ഒരു മോഡേൺ വേൾഡിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടുകാർ നിങ്ങളെ പുറത്ത് പോകാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ സെൽ യുവർ ടാലൻറ്റ് ബൈ സിറ്റിംഗ് ഇൻ യുവർ ഹൗസ്. അപ്പോൾ അത്രക്ക് നമുക്കിപ്പോൾ സൗകര്യം ഉള്ള സ്ഥിതിക്ക് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ മറന്നുപോയത്. നിങ്ങൾക്കത് കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫോളോ യുവർ ഹാർട്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഫോളോ ചെയ്യാം. അതിലേക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കാം.
ജോഷ് ടോക്സ് ഇപ്പോൾ സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റ് കൂടിയാണ്. ജോഷ് ടോക്സിലെ എല്ലാ വീഡിയോസിന്റെയും ഓഡിയോ വേർഷൻ ഇപ്പോൾ എക്സ്ക്ലൂസീവായി സ്പോട്ടിഫൈയിൽ ലഭ്യമാണ്. ഈ ടോക്ക് ഇഷ്ടമായോ? എങ്കിൽ പ്രചോദനകരമായ മറ്റു ടോക്സ് കേൾക്കുവാൻ ജോഷ് ടോക്സ് മലയാളം പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യൂ, സ്പോട്ടിഫൈയിൽ മാത്രം. Tell us what you think about this video and don't forget to like, share and subscribe.